Hello everybody, welcome back to my channel Don't Learn English, Live It. I'm Vijay Kumar. You must have heard the English idiom from ഇതെങ്ങനെ വായിക്കാന്നുള്ള. How do you read it? A to Z? No, it is not A to Z. It is A to Z. ഇങ്ങനെയാണ് ചെയ്യും. എ ആണ് ഈ അക്ഷരം. ഇത് പറയുന്നത് ഇതിന്റെ പേരാണ് എ. ഈ അടയാളത്തിന്റെ പേര് എ എന്നാണ്. എ മറന്നു പോകരുത്. ദിസ് ഇസ് Z. Z. Z അല്ല. ഇറ്റ് ഇസ് Z. സോ റീഡ് ഇറ്റ് ഫ്രം എ ടു Z. ഇതൊരു ഇംഗ്ലീഷ് ഇഡിയമാണ്. ഇതിന്റെ മീനിങ് എന്താ? അപ്പോ ഹി നോസ് എ ടു Z about കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അവന് കമ്പ്യൂട്ടേഴ്സിനെ പറ്റി എല്ലാം അറിയാം. ഓൾ അബൌട്ട് ഹി നോസ് ഓൾ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. തുടക്കം മുതൽ അവസാനം വരെ അല്ലേ? അതിൽ നോക്കൂ ഈ അക്ഷരം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ നമ്മൾ പറയുന്ന വാക്ക് ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ ഉച്ചാരണം, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ ഉച്ചാരണം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? സോ ആർ യു ഷുവർ ദാറ്റ് യു പ്രൊനൗൺസ് ഓൾ ദി ലെറ്റേഴ്സ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ് ദി റൈറ്റ് വേ? Let's see. Watch and find out. ഇത് നോക്കി മനസ്സിലാക്കുക. ഞാനിത് അടിക്കട്ടെ. So, this is the first letter of the English alphabet. There are 26 letters in it. So, we have seen, നമ്മളിപ്പോൾ കണ്ടതാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് എ എന്നാണ്. എ. ഇറ്റ് ഈസ് നോട്ട് എ. എ ഒരു വവൽ സൗണ്ട് ഉണ്ട്. എ. ഇനി അടുത്തത് ബി ആണ്. ബി വെച്ചിരിക്കുന്നത് ദിസ് ഇസ് ബ, ദിസ് ഇസ് ഇ. ഇങ്ങനെ രണ്ട് കുത്തുകെട്ട് വന്നാൽ അത് ലോങ് സൗണ്ട് ആയിട്ട് വെച്ചിരിക്കണം. ബി. ഇറ്റ്സ് ബി. നെക്സ്റ്റ് ഇസ് സി. നെക്സ്റ്റ് ഇസ് ഈ ശബ്ദം നമ്മൾ മലയാളികൾ ശരിയായ രൂപത്തിൽ പലപ്പോഴും ഉച്ചരിച്ച് കേൾക്കുന്നുണ്ട്. ഡ. ഡായാണ് നമ്മൾ ഇതിനെ വെച്ചിരിക്കുന്നത്. ഡി. ഇറ്റ് ഇസ് നോട്ട് ഡി. ഇറ്റ് ഇസ് ഡി. 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 നാവ് എവിടേക്ക് വരും നോക്കും? പല്ലിലേക്ക്. ഡി. ഡോക്ടർ. അപ്പൊ ദിസ് ഇസ് ഇത് ഡ, ഇത് ഇ. ഡി. നെക്സ്റ്റ് ഇസ് ഇ. ഇ. നെക്സ്റ്റ് ഇസ് എഫ്. എഫ്. നെക്സ്റ്റ് ഇസ് ഇത് ഇംഗ്ലീഷിലെ ജ എന്ന ശബ്ദമാണ്. ജ. ജി. നെക്സ്റ്റ് സൗണ്ട് ഇസ്, ഇത് നമ്മൾ മലയാളികൾ നമ്മൾ തെറ്റായിട്ടാണ് പലപ്പോഴും വെച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് സാറിന് ഇതെങ്ങനെയൊക്കെ വെച്ചിരിക്കാറുള്ളത്? എച്ച് എന്ന് വെച്ചിരിക്കുന്നവരുണ്ട്, ഹെച്ച് എന്ന് വെച്ചിരിക്കുന്നവരുണ്ട്. ഇത് രണ്ടും നമുക്ക് നോൺ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻസ് ആണ്. നമുക്കിത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ ഈ സ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇത് ച, ഇത് രണ്ടും കൂടി ചേർന്ന് ച. ഇത് എ. വയ്യു. ഏജ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു വാക്കിൽ എത്ര എയ്ച്ചസ് ഉണ്ട് എന്ന് അങ്ങനെ ചോദിക്കുന്നുള്ളൂ. How many H's does this word have? മനസ്സിലായല്ലോ? H's. H. This is I. ഇങ്ങനെയാണത് എഴുതുന്നത്. I. So I. It's a diphthong. I. രണ്ട് ശബ്ദങ്ങൾ ചേരുന്നുണ്ട് അല്ലേ? പക്ഷെ അതൊരു വവൽ സൗണ്ട് ആയിട്ട് നമ്മൾ കാണുന്നത്. I. നെക്സ്റ്റ് ഇസ്, ഉച്ചരിച്ച് നോക്കൂ. ഇത് നമ്മൾ തെറ്റായിട്ടാണ് പലപ്പോഴും ഉച്ചരിച്ച് കേട്ടിട്ടുള്ളത്. നമുക്കിത് ജെ മാത്രമാണ്, പക്ഷെ അല്ല. ഇതാണ് ഇംഗ്ലീഷിലെ ജ. അതായത് എ. അപ്പൊ എങ്ങനെ വെച്ചിരിക്കും? ഇറ്റ്സ് ജെ. ദിസ് ആർ ജെ. ഉച്ചരിച്ച് നോക്കൂ. സേ ആഫ്റ്റർ മീ. ജെ. ദിസ് ഇസ്. ഉച്ചരിച്ച് നോക്കൂ. ഇത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? ഇത്
ഇത് എ, കെ, കെ. ഇംഗ്ലീഷിൽ ആസ്പിറേറ്റഡ് സൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വേർഡിൽ ആദ്യത്തിൽ വരികയാണെങ്കിൽ, ആദ്യമായിട്ട് വരികയാണ്, അതിനുശേഷം ഒരു വവലും കൂടി വരികയാണെങ്കിൽ നമ്മളതിനെ, ഉദാഹരണത്തിന് KING വെച്ചിരിക്കുന്ന കിങ് എന്ന ഒരു ആസ്പിറേറ്റഡ്, ഒരു ഹേർ സൗണ്ട് ഇതിൽ ചേരും. പക്ഷെ ലെറ്ററിൽ അതിൻ്റെ ആവശ്യമില്ല. കെ, ചിലപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ കെ എന്ന് പറഞ്ഞു. JK. ദിസ് ഇസ്, ശ്രദ്ധിക്കൂ, നമുക്കിത് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. L. നെക്സ്റ്റ് ഇസ് M. നെക്സ്റ്റ് ഇസ് ഇതുപോലെ തന്നെ മൈക്ക് പകരം N. നെക്സ്റ്റ് ഇസ് പ്രോബ്ലമാണ്. നമ്മളിതിനെ O എന്നാണ് വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് ആക്ച്വലി U. അത് ഔ എന്ന ശബ്ദമാണ്. ഔ. ചിരിച്ചു നോക്കൂ. Say after me. Oh. This is P. This is E. P. നമ്മൾ PAPER എന്ന് പറഞ്ഞാൽ അത് പേപ്പർ അല്ല, ഇറ്റ് ഇസ് പേപ്പർ. പിൻ, PIN, പിൻ. ഒരു ആസ്പിറേറ്റഡ് സൗണ്ടാണ് ഇത് വാക്കിൽ വരുമ്പോൾ. P. നെക്സ്റ്റ് ഇസ്, നോക്കൂ, വെച്ചിരിക്കുന്നത് കയാണത്, കെ പോലെ. എങ്ങനെ വെച്ചിരിക്കും? Q. ഇത്രയും ശബ്ദമല്ലേ വരണം. Q. Say after me. Q. This is സാധാരണ റ് സൗണ്ട് ഇങ്ങനെ വെച്ചിരിക്കാറില്ലേ? അപ്പൊ Q. അടുത്തത് yes. നെക്സ്റ്റ് ഈസ് T. നമുക്ക് ഈ സൗണ്ട് പരിചയപ്പെട്ടാണ്. E വരുന്നത് T. നെക്സ്റ്റ് ഇസ് U. രണ്ട് കുത്ത്. U പ്ലസ് U. നെക്സ്റ്റ് ലെറ്റർ ഈസ്, സോറി, B. വെരി എന്നല്ല, വെരി. അതിൻ്റെ ആദ്യത്തെ ശബ്ദമാണ് B. ഇപ്പം നമുക്കിത് എങ്ങനെ വെച്ചിരിക്കാം? B പ്ലസ് E. B അല്ല, V അല്ല, B. നെക്സ്റ്റ് ലെറ്റർ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലൊരു ശതമാനം പേര് വെച്ചിരിക്കുന്നത് W ആണോ? അല്ല, നമുക്കെന്ത് വെച്ചാലും ഞാനിവിടെ ഇങ്ങനെ എഴുതാം. ഇത് ആയാണ്. ആ സൗണ്ടാണ് അക്ഷരമല്ല. ഇത് B, ഇത് L, ഇത് Y, ഇത് U. ഉച്ചരിച്ച് നോക്കൂ. വേണമെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിൽ ഷ്വ എന്ന് പറയുന്ന ശ്വാസം ഉണ്ട്. നമുക്കത് നമ്മൾ സാധാരണ പ്രകടമായി ഉച്ചരിക്കാറില്ല. നമുക്ക് വളരെ വീക്കായൊരു ശബ്ദമാണ്. ഇതിനിടയിൽ വേണമെങ്കിൽ ഒരു ശ്വാസം കൊണ്ട് എഴുതാം. W. ഉച്ചരിക്കൂ. D-A-B-L. ഡബിൾ U. ഉച്ചരിച്ചോളൂ. W. നെക്സ്റ്റ് ഈസ് X. A ഉണ്ട്, സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്. X. ഇതിന് ഫിനറ്റിക് സ്ക്രിപ്റ്റ് ഒന്നും അത്രയ്ക്കും പഠിക്കണം നിർബന്ധമില്ല. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പഠിക്കും. X. അടുത്തത് നോക്കൂ. ഇതൊന്നും നമ്മൾ തെറ്റിച്ചാണ് പലപ്പോഴും ഉച്ചരിക്കുന്നത്. ദിസ് ഇസ് വാട്ട്. മറ്റേത് B. ഇത് B ആണ്. ദിസ് ഈസ് കോൾഡ് I സൗണ്ട്. ഇവ രണ്ടും കൂടി ചേർക്കൂ. Y എന്ന് പറയുന്നതിന് പേര് Y. X, Y. The last letter is Z. ആദ്യത്തെ ശബ്ദം Z ആണ്, രണ്ടാമത്തെ A, മൂന്നാമത്തെ D. അതിനകത്തൊരു ഈ ശബ്ദത്തിന്റെ മുന്നിൽ വരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. So it is Z. So from A to Z. ഞാൻ ഉച്ചരിക്കാൻ കഴിയുമല്ലോ. ഫ്രം A to Z. ഇനി ഒന്നുകൂടെ ഞാൻ ആകെപ്പാടെ എന്ന് പറയാം, കേട്ടിരുന്നുള്ളൂ. A, B, C, D, E, F, G, H,
I J K L M N O P Q R S T U B B W X Y Z. Z, not Z. Z. നോക്കൂ. So practice it regularly or practice it whenever you get free time. Your pronunciation will definitely improve. തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യും. യു വിൽ ഗെറ്റ് ബെറ്റർ എവറി ഡേ. പ്രാക്ടീസിൻ്റെ ഗുണം അതാണ്. ഓരോ ദിവസവും നിങ്ങൾ ബെറ്റർ ആകും. നോക്കൂ, നമ്മൾ തീർച്ചയായിട്ടും ഇത് തുടരുന്നുണ്ട്, ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. സോ I will meet you soon when we will learn more, beginning with vowels and consonants. Vowels and consonants. നിങ്ങളിത് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. നോക്കൂ, അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കൂ. ഇത് 100% ശരിയാണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതിൻ്റെ കുറവുകൾ സ്വാഭാവികം നമ്മുടെ ശബ്ദത്തിലുണ്ടാവും, അല്ലേ? എങ്കിലും ഏകദേശം ഇത് നമുക്ക് ഫോളോ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ if you found this video useful, as usual, don't forget to like, comment, subscribe and share.